ഹലോ ഗായ്സ്, ഇന്ന് മിഞ്ചീസ് വ്ലോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നാട്ടിൻപുറത്തുള്ള പുഴയോട് ചേർന്ന് ഒരാൾ പാടത്ത് നടത്തുന്ന ചീരകൃഷിയുമാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ നാട്ടിൻപുറത്തുള്ള പുഴ. നമുക്ക് പുഴ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഗായ്സ്, നോക്കാം. കണ്ടോ ഗൈസ്, അതിമനോഹരമായ പുഴയല്ലേ? ഇത്തരം പുഴകൾ നമ്മുടെ നാട്ടിലിപ്പോൾ കാണാതായിക്കൊണ്ടിരിക്കുകയല്ലേ ഗൈസ്? ഗൈസ്, പുഴക്കരയിൽ അവിടെ ഒരു വീട് കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയാണല്ലേ ആ വീട് കാണാൻ. ഈ പുഴയുടെ സമീപത്ത് ഒരാൾ ചീരകൃഷി നടത്തുന്നുണ്ട് ഗൈസ്, ചീരകൃഷി. നമുക്കിനി അത് കണ്ടാലോ? കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചീരത്തോട്ടം. കിടിലൻ തോട്ടമല്ലേ ഗൈസ്, കിടിലൻ തോട്ടമല്ലേ? ഇത്രയും നല്ല ഒരു ചീരത്തോട്ടം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് നമ്മൾ അറിയുന്നത് പോലും ഇപ്പോഴായിരിക്കും ഗൈസ്, ഇപ്പോഴായിരിക്കാം. കണ്ടോ ഗൈസ്, കണ്ടോ? കണ്ടില്ലേ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ചീരത്തോട്ടം. ഒരു ഗ്രാമീണ മേഖലയിൽ ആളുകൾ നട്ടു വളർത്തുന്ന ചീരത്തോട്ടമാണിത്. നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ്, കാണുന്നുണ്ടോ? കിടിലൻ ചീരത്തോട്ടമാണ്. കണ്ടോ, കിടിലൻ ചീരത്തോട്ടം കണ്ടോ? ചുറ്റുവട്ടത്ത് മുഴുവനും പാടം മാത്രമാണ് ഗെയിം, വെറും പാടം. ഇവിടെ ഒരു പോത്ത് മേയുന്നുണ്ട്, നമുക്കൊന്ന് അതിനെ കാണാം. പോത്തിൻ്റെ കുട്ടിയാണ് ഗൈസ്, പോത്തിൻ്റെ കുട്ടി. അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, പോത്തിൻ്റെ കുട്ടിയാണത്, കുട്ടി. വലിയ പോത്തല്ല ഗൈസ്, പോത്തിൻ കുട്ടി. സമീപം കൊക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ചീരത്തോട്ടത്തിന് സമീപമാണ് പോത്തിൻ കുട്ടി മേയുന്നത് ഗൈസ്. ഇവിടെ വേറൊരു പോത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ടോ? ആ പോത്ത് വെള്ളത്തിൽ കിടക്കുകയാണ്. അതിൻ്റെ സമീപത്തായിട്ടൊരു കൊക്ക് ഇരിപ്പുണ്ട്. അവർ തമ്മിൽ എന്തോ ഡിസ്കഷനിലാണെന്ന് തോന്നുന്നു ഗായ്സ്. ഡിസ്കഷൻ നടക്കട്ടെ അല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം. അല്ലാതെ പോത്തിനോട് വേദമോതിയിട്ട് എന്ത് കാര്യം ഗായ്സ്?